കഴിഞ്ഞു. ആ ചിത്രത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. അത് അവിടെ പുഷ്പാർച്ചന നടത്തണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ആ എതിർപ്പ് രാജ്ഭവനെ അറിയിച്ചു. തുടർന്ന് ഗവർണറുടെ സാന്നിധ്യമില്ലാതെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് പരിസ്ഥിതി ദിനാചരണം മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്ഭവനിലെ ചിത്രമല്ല അത്, രാജ്ഭവനിൽ ഉപയോഗിക്കുന്ന ചിത്രം സാധാരണ ഉപയോഗിക്കുന്ന ഭാരത് മാതാവിൻ്റെ ചിത്രമല്ല എന്ന് പറയുമ്പോൾ സർക്കാരും രാജ്ഭവനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലുള്ള എല്ലാ തരത്തിലുള്ള കളവും ഒരുങ്ങുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, BJP നേതാവ് ടെലിഫോണുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അവിടെ രാജ്ഭവൻ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം ഭാരത് മാതാവിൻ്റെതെന്ന രീതിയിൽ RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കാനാവില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഇതില് മന്ത്രി ഇപ്പം ഒരു കുടുങ്കലിൽ പെട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഭാരതമാതാവിന്റെ ചിത്രം RSS 1925 ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭാരതമാതാവിന്റെ ചിത്രമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വൈകാരികമായ ഭാരത ചിത്രമായിരുന്നു ഈ ഭാരത ചിത്രം. ഇത് ഭാരതത്തിന്റെ DNA ഇല്ലാത്തവർക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടാവും. ഇവർ ഭാരതാംബയെ ബഹിഷ്കരിക്കുന്നത് ഇവർ പാകിസ്ഥാനെ അനുകൂലിക്കുന്നത് കൊണ്ടാണ്. ഇവർ ഭാരത വിരുദ്ധരാണ്. ഇടതുപക്ഷവും പിണറായിയും, ഇടതുപക്ഷ ഗവൺമെന്റും പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഭാരത വിരുദ്ധരാണ്. ഇന്ത്യ എന്ന സങ്കല്പം ഇല്ലാത്തവരാണ്. ഇന്ത്യ ഇല്ലാത്തവർ ഒരുമിച്ച് താഷ്കന്റിൽ കൂടിയിട്ടുണ്ടാക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതവരുടെ DNA കുഴപ്പമാണ്. പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും DNA കുഴപ്പമാണ്. അല്ലാതെ അത് ഭാരതാംബയുടെ ചിത്രത്തിന്റെ കുഴപ്പമല്ല. ഈ ചിത്രമാണ് ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ, ഈ ചിത്രമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലും പട്ടേലിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. അല്ലാതെ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാവും. ആ സങ്കല്പം ഇപ്പൊ സരസ്വതി എന്ന് പറയുന്ന ദേവിയുടെ ഒരു സങ്കല്പം ഉണ്ട്. ആ സങ്കല്പം കാലങ്ങളായി നമ്മുടെ മനസ്സിലുള്ളതാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ്. അതുപോലെ ശിവനെ കുറിച്ചുണ്ടാവും, ക്രിസ്തുവിനെ കുറിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതൊരു സങ്കല്പമാണ്. ആ സങ്കല്പം ഭാരതമെന്ന് പറയുന്ന അമ്മയായിട്ട് ഭാരതത്തെ കാണുന്ന മറ്റ് പല രാജ്യങ്ങളും പിതൃരാജ്യങ്ങളാണ്. പക്ഷെ മാതൃരാജ്യം ഭാരതത്തെ അമ്മയായി കാണുന്ന ഒരു മഹത്തായ സങ്കല്പം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ ഭാരതാംബ എന്നാണ് നമ്മളെല്ലാവരും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ വിളിച്ചിരുന്നത്. ഇതെങ്ങനെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ RSS ചിത്രമാവും? അല്ല, ഇത് സർക്കാർ പരിപാടികളിൽ, സർക്കാരിന്റെ പരിപാടികളിൽ, പൊതുപരിപാടികളിൽ പലയിടത്തും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കാറുണ്ട് എന്ന് മന്ത്രി പറയുന്നു. അതിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇവിടെ ഗവർണർ ഉപയോഗിക്കുന്ന ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടു തരത്തിലുള്ള ചിത്രങ്ങളുണ്ടോ? RSS ഉപയോഗിക്കുന്ന ചിത്രത്തിന് വ്യത്യാസമുണ്ടോ? അല്ല, ഇവരിങ്ങനെ ഭാരതമെന്ന് ഇപ്പൊ കുറെ കഴിഞ്ഞാൽ ഇപ്പൊ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം RSSന്റെ സങ്കല്പമാണ് ഇവർ പറഞ്ഞു. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഭാരതാംബ RSSന്റേതാണ് എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കുറെ കഴിഞ്ഞാൽ ഭാരതവും RSS ആണെന്ന് പറയും. അതുകൊണ്ട് RSS ഉപയോഗിക്കുന്ന പേരാണ് ഭാരതം. അതുകൊണ്ട് ഭാരതം എന്ന പേര് ഇവർ ഉപയോഗിക്കില്ല എന്നുണ്ടോ? എന്റെ ചോദ്യം അതാണ്. RSS ഭാരതം എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കില്ല, കാരണം RSS ഉപയോഗിക്കുന്നു. അങ്ങനെയാണോ? RSS ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് എന്റെ അർത്ഥത്തില? അങ്ങനെയാണെങ്കിൽ RSS കാരനാണ് ഇന്ത്യ ഭരിക്കുന്നത്. പ്രധാനമന്ത്രി അംഗീകരിക്കില്ലേ? RSS ഉപയോഗിക്കുന്നത് ഭാരതം എന്ന വാക്ക്, അതുകൊണ്ട് ഞങ്ങൾ ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം കാലങ്ങളായി നിലവിലുള്ളതാണ്. ഇവർ ഈ രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ ഇതുണ്ടായിരുന്നല്ലോ. എന്നാണ് BJP ബന്ധപ്പെട്ട ഗവർണർമാരൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ BJP ബന്ധപ്പെട്ട ഗവർണർമാർ ആണോ ഈ ചിത്രം അവിടെ വെച്ചത്? ഈ രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ ഈ ചിത്രം കാലങ്ങളായിട്ടുണ്ട് എന്നാണല്ലോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഈ പുതിയ ഗവർണർ വന്നതിന് ശേഷമാണ് ചിത്രം വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇത് ഭാരതത്തോടുള്ള വിരോധമാണ്. ഭാരതമെന്ന സങ്കല്പത്തോടുള്ള വിരോധമാണ്. ഭാരതം ഒരു ദേശീയ രാഷ്ട്രമല്ല. ഭാരതത്തെ 17ആയി വിഭജിക്കണം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സങ്കല്പമാണ് ഭാരത സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാട്. ഭാരതത്തെ വെട്ടിമുറിച്ച് കേരളം ഒരു രാജ്യമാണ്. എന്നൊരു കേരള മാതാവിന്റെ ഫോട്ടോയെ വെച്ചോട്ടവര്. കാരണം അവർക്ക് അങ്ങനെയാണല്ലോ. കാശ്മീർ മാങ്കി ആസാദി, കേരള മാങ്കി ആസാദി എന്ന് പറഞ്ഞവർക്ക് കൈയടിച്ചവരല്ലേ. അതുകൊണ്ടാണ് അവർ ഭാരതാംബയുടെ ചിത്രത്തെ എതിർക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രമാണ്.
അതുകൊണ്ടാണ് ജനഗണമനയിൽ പോലും അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പമാണത്. ആ സങ്കല്പം RSSന് മാത്രം ഉണ്ടായ സങ്കല്പമല്ല. ആ സങ്കല്പം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എത്രയോ കാലം മുമ്പ് തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ 1885 കോൺഗ്രസ് ആരംഭിച്ചതിന് ശേഷവും അതിനു മുമ്പുമെല്ലാം ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഭാരതത്തെ കുറിച്ച് അറിയാത്ത, ഭാരതാംബയെ കുറിച്ച് അറിയാത്ത ഈ പാകിസ്ഥാന്റെ DNA ആണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, പിണറായിയുടെയും മന്ത്രിമാരുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാരുടെ DNA പാകിസ്ഥാന്റെ DNA ആണ്, രാജ്യദ്രോഹത്തിന്റെ DNA ആണ്. ഇവർ രാജ്യദ്രോഹികളാണ്. ഇതുകൊണ്ടാണ് ഇവരെയൊക്കെ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത്. ശരി, നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഗവർണറുടെ ഓഫീസിന്റെ പ്രതികരണം കൂടി നമുക്കിനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും സർക്കാരിന്റെ പ്രതികരണം വളരെ വ്യക്തമായി തന്നെ മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. നമുക്കിനിയും